തിരുമേനി അച്ഛന്മാരെ കൊച്ചുമാരെ ഒരു വലിയ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയും 1.5 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വർഷങ്ങൾ കഴിയും തോറും ഇതിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആശ്വസിക്കുന്നു. ഇനിയും ഇത് കൂട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുവാനായിട്ട് ജോർജ് മാത്യു അച്ഛൻ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇവിടെ വന്നിരിക്കുന്നവർ യാതൊരു സംശയവുമില്ല, പൂർണ്ണമായും ഭർത്താക്കന്മാരുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വരുന്നതിനും കാര്യങ്ങൾ പഠിക്കുന്നതിനും ഭർത്താക്കന്മാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ബസ് ക്യാമ്പുമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുറച്ച് പേർക്ക് ജോലി തിരക്ക് മൂലവും കുടുംബത്തിൻ്റെ ബാധ്യതകൾ മൂലവും വരാൻ സാധിക്കുന്നില്ല, അവരതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ മൂന്നാമതൊരു കൂട്ടർ കൂടെയുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വന്തം ഭാര്യയെ വീട്ടു തടങ്കലിൽ സൂക്ഷിക്കുന്ന വൈദികരും നമ്മുടെ ഇടയിലുണ്ട്. മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും പ്രചരണം യുവ തലമുറയെ മാത്രമല്ല, അല്ലെങ്കിൽ ലെയ്മനെ മാത്രമല്ല, ഒരു വലിയ പരിധിവരെ നമ്മുടെ വൈദികരെയും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്. വ്യക്തമായിട്ട് നമുക്കറിയാം, നമ്മൾ പെർവേർട്ടഡ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കന്മഷമുള്ള കമ്മ്യൂണിറ്റിയെക്കുറിച്ചും പുറത്തു നിന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഇടയിലുമുണ്ട്. പക്ഷേ ഈ ബസ് ക്യാമ്പുമാരെ രക്ഷിക്കുവാൻ, ഇവർക്കൊരു താങ്ങാകുവാൻ ഈ സംഘടനകളിലൂടെ എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കണം. ആ ഒരു ബോധവൽക്കരണം ഉണ്ടായാൽ ഇമ്മൊറാലിറ്റി വൈദികരുടെ ഇടയിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിനും വളരെ പ്രതീക്ഷയോടെ വൈദികരുടെ പങ്കാളികളാകുവാനായിട്ട് മോഡൽ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുവാൻ വേണ്ടി ഈ ഒരു ജീവിത പന്ഥാവ് തിരഞ്ഞെടുത്ത ഒരു നല്ല സംഖ്യ സ്ത്രീകളെ രക്ഷിക്കുവാനും ഈ അസോസിയേഷന് സാധിക്കണം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ നമ്മൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പെരുമാറ്റങ്ങൾ സഭയിലും വൈദികരുടെ ഇടയിലും ഉണ്ട് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഇത് ബസ് ക്യാമ്പ് അസോസിയേഷൻ്റെ ഒരു വലിയ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുകയും കാര്യമായ ആക്ഷൻസ് എടുക്കുകയും വേണം. മെത്രാപ്പൊലീത്താമാരോട് നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അവിവാഹിതരായ അവർക്ക് ഒരു പരിധിയിൽ കടന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് വൈദികരോട് സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയിലും മറ്റും സ്ത്രീകൾക്ക് സമ്മതിദാനാവകാശം വന്നു, നമുക്ക് പൊതുയോഗത്തിൽ സംബന്ധിക്കുവാനുള്ള അവകാശം വന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ ബസ്ക്യോമോസ്. കാരണം നമ്മുടെ ഒന്നും ഇടവക പള്ളികളിൽ നമ്മുടെ ഭർത്താക്കന്മാരൊരിക്കലും പ്രത്യക്ഷപ്പെടാറില്ല, അവർക്ക് തന്നെ സാധിക്കുകയില്ല. ഇടവകകളിലുള്ള അവരവരുടെ മാതൃ ഇടവകകളിൽ ബസ് ക്യാമ്പുമാർ നിർബന്ധിത മെമ്പേഴ്സ് ആയിരിക്കണം. അവർ നിർബന്ധമായിട്ടും പൊതുയോഗങ്ങളിൽ സംബന്ധിക്കണം എന്നുള്ള ഒരു നിർബന്ധമായിട്ടൊരു കാര്യമായിട്ട്, അതൊരു കൽപ്പനയായിട്ട് ഇറങ്ങണമെന്ന് തന്നെയാണ് എനിക്കും അപേക്ഷിക്കാനുള്ളത്. ഇന്നലെ വേറൊരു ആള് ഒരു പള്ളിയിൽ സെക്രട്ടറി ആയിട്ട്, പുതിയ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ പള്ളിയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛന് ഭക്ഷണം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എനിക്കും കൂടെ പോരട്ടെ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടവകളിലെ സ്ത്രീകൾക്ക് അതിനുള്ള സ്ഥാനം കൊടുക്കണം. എങ്കിലും അതിൻ്റെ ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും വൈദികരുടെ പത്നിമാർക്ക് അതാത് മാതൃക ഇടവകളിൽ കൊടുക്കണം. നമ്മുടെ ഒരു മേൽനോട്ടം തീർച്ചയായിട്ടും ഇടവകളിൽ ആവശ്യമാണ്. എൻ്റെ വിഷയം ഇതല്ലാത്തതുകൊണ്ടും വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇളയ സഹോദരിമാരോ മൂത്ത സഹോദരിമാരോ ഒക്കെ വീട്ടു തടങ്കലിൽ നിന്ന് അവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ധാരാളം വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതിനെക്കുറിച്ചൊരു സ്റ്റിയറിംഗ് കമ്മിറ്റി തന്നെ ഉണ്ടാകണം. നമ്മൾ ഈ ഒരു സ്ഥാനത്തിലായി കഴിഞ്ഞാൽ
തെറ്റിക്കൂടായ്മ നമ്മുടെ ഒരു ഭാഗമാണെന്ന് ഭാവിച്ച് നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കില്ല. വി ഷുഡ് ബി സബോർഡിനേറ്റ്സ്. 2 കണ്ണുകളുള്ള നമ്മളെ 10,000 കണ്ണുകളാണ് വീക്ഷിക്കുന്നുള്ള ബോധം നമുക്കുണ്ടാകണം. സ്കൂളിൽ വരുന്ന സമയത്ത് +2 കുട്ടികളുടെ നിന്നൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ പിടിച്ചു മാറ്റും. അധ്യാപകരോട് അത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയും. പക്ഷേ മദ്ബഹ വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പോലും മൊബൈൽ ഫോണിൽ കറങ്ങി നടക്കുന്ന വൈദികരെ നമുക്ക് കാണാം. ഇതൊക്കെ നല്ല സൂചനകളല്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ധാരാളമായി ദുഃഖം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന വൈദിക പത്നിമാരെ നമുക്കറിയാം. പക്ഷെ പൂച്ചയ്ക്കാരും മണി കെട്ടും. അത് ബസ്ക്യാമ അസോസിയേഷൻ്റെ ഒരു തീരുമാനമാക്കി അത് ഒറ്റയാൾ പട്ടാളത്തിന് നേരിടാൻ പറ്റില്ല. ശക്തമായി ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വൈദിക പത്നിമാരുടെ മാനസിക അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനുമുള്ള ഒരു വലിയ കടപ്പാട് കൂടി നമുക്കുണ്ട് എന്ന് ആമുഖമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് നോട്ടീസിൽ കാണിച്ചിരിക്കുന്നത് ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്തയാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് കടമാൻകുളം പള്ളിയുടെ കൂദാശയോടനുബന്ധിച്ച് അതിനുശേഷം എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചു. വളരെ സ്നേഹത്തോടെ ഇന്നലെ നമുക്ക് നല്ല ഒരു പ്രസംഗം ചെയ്തു തന്നു. അദ്ദേഹത്തിൻ്റെ സാമീപ്യം നമുക്ക് അനുഗ്രഹകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും തിരുമേനിയെ നന്ദിയോടെ ഈ സമ്മേളനത്തിൽ സ്മരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നൽകുന്നതിനായിട്ട് എത്തിയിരിക്കുന്നത് അഭിമന്യ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലിത്തയാണ്. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത. അദ്ദേഹം റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൻ്റെ അംഗമായിരുന്നു. എനിക്ക് തിരുമേനിയുമായിട്ട് വലിയ പരിചയമില്ലെങ്കിലും അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വളരെ ശ്രവസുന്ദരമായ ശബ്ദത്തിൻ്റെ ഉടമയാണ്. ആധ്യാത്മിക തുളുമ്പുന്ന വിശുദ്ധ കുർബാന വളരെയധികം അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച തിരുമേനി ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. തിരുമേനിയെ പ്രത്യേകമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യോടന്തം നമ്മളോടുള്ള വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു അച്ഛൻ, അതുപോലെ തന്നെ എല്ലാ വൈദികരും, തരകനച്ഛൻ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജെസ്സി കൊച്ചമ്മ, എല്ലാവരെയും സമയം നീണ്ടുപോകുന്നതുകൊണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഒറ്റ വാക്കിൽ, ഒരു സഹോദരം ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുകൾ പോലെ പരസ്പരം പങ്കിടലിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഒക്കെ ഒരു അനുഭവം ഉണ്ടാക്കി തീർക്കുന്ന ഈ സംഘടന ഏറ്റവും നന്നായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.